നമസ്കാരം. പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും ആ 8ാം ക്ലാസ്സുകാരൻ സ്കൂളിലേക്ക് പോകേണ്ടതായിരുന്നു. കളിച്ചും പഠിച്ചും വളരേണ്ടതായിരുന്നു. പക്ഷേ അവനിപ്പോൾ മോർച്ചറിയിലാണ്. ആ ജീവനറ്റ ശരീരം തൻ്റെ അമ്മയെയും കാത്ത് കിടപ്പാണ്. 13 വയസ്സുകാരനായ മിഥുൻ രക്തസാക്ഷിയാണ് അനാസ്ഥയുടെ. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. സ്കൂളും പരിസരവും കനത്ത സുരക്ഷയിൽ. കൊല്ലത്ത് ഇന്ന് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ബന്ദ്. ബാലാവകാശ കമ്മീഷൻ സ്കൂളിലെത്തി പരിശോധന നടത്തും. മിഥുന്റെ സംസ്കാരം വിദേശത്തുള്ള അമ്മ നാളെ നാട്ടിലെത്തിയ ശേഷം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. റെഡ് അലേർട്ടുള്ള വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടഭൂമിയല്ലെന്ന യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ വാദം പൊളിയുന്നു. ലീഗ് വാങ്ങിയ 11 ഏക്കർ ഭൂമി കേസിലാണെന്ന റവന്യൂ രേഖകൾ. പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന്റെ കനിവ് കാത്ത് ലീഗ് നേതൃത്വം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 2 ആണ്ട്. പുതുപ്പള്ളിയിൽ KPCCയുടെ സ്മൃതി സംഗമം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും. കീം റാങ്ക് പട്ടികയിൽ കേരള സിലബസ് വിദ്യാർത്ഥികളുടെ പ്രതിസന്ധി തുടരുന്നതിനിടെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഓപ്ഷൻ നൽകാനുള്ള സമയം ഇന്ന് അവസാനിക്കും. വൈകുന്നേരം 4 മണി വരെ ഓപ്ഷൻ നൽകാം. ആദ്യ അലോട്ട്മെന്റ് ഞായറാഴ്ചയ്ക്കകം. മാഗ്നസ് കാൾസനെ വീഴ്ത്തി ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ. ജയം. ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ടൂറിന്റെ ലാസ് വെഗാസ് ലെഗിൽ തോൽപ്പിച്ചത് 39 നീക്കങ്ങളിൽ. ഈ ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു ദുഃഖകരമായ വാർത്തയിലൂടെ തന്നെയാണ്. നമുക്കറിയാം ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. കുട്ടിയുടെ അമ്മ സുജ കുവൈറ്റിൽ നിന്നും തിരികെ എത്തുന്നതിന് അനുസരിച്ചായിരിക്കും തീരുമാനമുണ്ടാവുക. അതേസമയം സ്കൂളിലേക്ക് ഇന്നും പ്രതിപക്ഷ യുവജന സംഘടനകൾ മാർച്ച് നടത്തും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത സുരക്ഷയിലാണ്. വിശദാംശങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഇന്ന് സ്കൂളിൽ ഇന്ന് ബാലാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തും. കൂടാതെ ഇന്ന് പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ മാർച്ച് ഉണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? കൂടാതെ ഈ സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഐശ്വര്യ, സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ ഇവരുടെ കുടുംബക്കാർ ചേർന്ന് തീരുമാനിച്ച് വരുന്നതേ ഉള്ളൂ. കാര്യം, കുട്ടിയുടെ അമ്മ വിദേശത്താണ്, കുവൈറ്റിലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ അമ്മയോട് വിവരങ്ങൾ പറഞ്ഞിരുന്നു വീട്ടുകാർ. അപ്പോൾ ഇതിനനുസരിച്ച് അവർ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് യാത്ര തിരിച്ച് ഇവിടേക്ക് എത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് കുട്ടിയുടെ അമ്മ എത്തിയാൽ മാത്രമേ സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഒപ്പം തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഒരു പ്രതിഷേധം പരിപാടികളും ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. സ്കൂളിലേക്ക് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വളരെ ശക്തമായ പ്രതിഷേധമാണ് നടത്തിയിരുന്നത്. പക്ഷേ സ്കൂളിനുള്ളിലേക്ക് ഒരു പ്രതിഷേധം എത്തുന്നതിനോ അല്ലെങ്കിൽ സ്കൂൾ അധികൃതർക്ക് നേരെ അത്തരത്തിലൊരു കയ്യേറ്റ ശ്രമങ്ങളോ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലൊരു നിയന്ത്രണം പോലീസിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സുരക്ഷ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് വരെയായിരുന്നു ഈ പ്രതിഷേധ സമരങ്ങൾ ഒക്കെ നടന്നിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെ കോലം കത്തിക്കുകയും ശക്തമായ ഒരു പ്രതിഷേധം സ്കൂളിനും അകത്തേക്ക് മതിൽ ചാടി കടന്നുള്ള ഒരു പ്രതിഷേധവുമൊക്കെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുമെന്ന ഒരു കണക്കുകൂട്ടലിൽ പോലീസും കനത്ത സുരക്ഷയിലാണ് ഇവിടെയുള്ളത്. അപ്പൊ തന്നെ ബാലാവകാശ കമ്മീഷനും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഈ ഒരു പ്രശ്നത്തിൽ കേസ് എടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ KSCBയും
വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എത്രയും പെട്ടെന്ന് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് അത് ഇരു കൂട്ടരുടെയും സ്കൂളിന്റെ ഭാഗത്തു നിന്നും KCB-യുടെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും KCB ഉദ്യോഗസ്ഥരും മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന KCB ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട സ്കൂളിലെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണം, കുട്ടികളുടെ രക്ഷിതാക്കൾ നൽകിയ അന്വേഷണം, അത് ശാസ്താംകോട്ട DSPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘം ഇന്ന് സ്കൂളിലെത്തി സ്കൂൾ അധികൃതരുടെയും ഒക്കെ തന്നെ മൊഴിയെടുക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനാസ്ഥ ഇത് ആരുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് KCB ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. KCB കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നടത്തിയിരുന്നു. അതിൽ KCB കുറ്റപ്പെടുത്തുന്ന സ്കൂൾ അധികൃതരെയാണ്. KCB മുൻപ് പലതവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സുരക്ഷാ ക്രമീകരണങ്ങൾ, അതായത് ഈ ഇലക്ട്രിക് ലൈൻ കേബിളിംഗ് ചെയ്യുന്നതിന് ആവശ്യമായ ചില നിർദ്ദേശങ്ങൾ സ്കൂൾ അധികൃതരുമായി പങ്കുവച്ചിരുന്നു. പക്ഷേ സ്കൂൾ അധികൃതർ കൃത്യമായ ഒരു ഉറപ്പ് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അനുമതി സ്കൂൾ കോമ്പൗണ്ടിലൂടെ ഉള്ളതിനാൽ ഇതിന് അനുമതി സ്കൂളിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അനുമതി സ്കൂളിൽ നിന്നും ലഭിച്ചിരുന്നില്ല എന്നാണ് KCB കഴിഞ്ഞ ദിവസം അവരുടെ ആദ്യ പ്രതികരണം എന്ന നിലയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അത് അല്ല എന്നുള്ള തരത്തിലായിരുന്നു സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും പ്രതികരണം വന്നിരുന്നത്. സ്കൂൾ പറഞ്ഞിരുന്നത്. ശരി, സുധീഷ് ഇടപെടുകയാണ്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന കാര്യത്തിൽ തീരുമാനം എന്നുണ്ടായിരിക്കും? കുട്ടിയുടെ അമ്മ സുധ വിദേശത്താണ്. അവിടെ നിന്നും അമ്മ എത്തുന്ന അനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെയും തീരുമാനിക്കുക. കൂടാതെ ഇന്ന് പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ പ്രതിഷേധ മാർച്ചുണ്ട് സ്കൂളിലേക്ക്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുധീഷ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് 2 ആണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനാകാത്ത ജനനായകൻ ഇന്നും ദീപ്തസ്മരണയായി ജനഹൃദയങ്ങളിൽ നിലകൊള്ളുകയാണ്. കടന്നുപോയ 2 വർഷങ്ങളിൽ കേരളത്തിന് നഷ്ടമായ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായി ഇതിനെ വിലയിരുത്താം. ജനക്കൂട്ടത്തിന് നടുവിൽ ചെറുപുഞ്ചിരിയോടെ കർമ്മനിരതനായി ഓടി നടക്കുന്ന ഒരാൾ. 1/2 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും മരണം വരെയും ഈ മനുഷ്യൻ മതിയെന്ന ഒരു മണ്ഡലത്തിന്റെ നിശ്ചയദാർഢ്യം. മുന്നണി രാഷ്ട്രീയത്തിലെ ചാണക്യതന്ത്രങ്ങളും കരുനീക്കങ്ങളും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠന വിഷയമാക്കേണ്ട 2011 മുതൽ 2016 വരെയുള്ള വർഷങ്ങൾ. വെറും 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ മുൾമുനയിൽ നിന്ന 5 വർഷത്തെ ഭരണകാലം. ജനകീയതയും രാഷ്ട്രീയ തന്ത്രജ്ഞതയും ഒപ്പത്തിനൊപ്പം നിന്ന അപൂർവതയെ പ്രസ്ഥാനത്തിനപ്പുറം ജനം ചേർത്തുപിടിച്ചു. പട്ടയം സംബന്ധിച്ച് ഉള്ള അപ്രായോഗികമായ നിബന്ധനകൾക്ക് ഏറ്റവും വേഗത്തിൽ പരിഹാരമുണ്ടാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പം ആ ഒരു ഭാഗ്യം ഇപ്പം കൈവന്നിരിക്കുകയാണ്. IIT ഈ വർഷം തന്നെ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുക. കേരളം ഇന്നോളം കണ്ട അത്ഭുത കാഴ്ചയായി മാറിയ ഒരു വിലാപയാത്ര. ആൾക്കൂട്ടം ജീവശ്വാസമായി കൊണ്ടു നടന്ന ഇതുപോലൊരു പ്രതിഭാസം ഇനിയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇത്രമാത്രം. ചില കാലഘട്ടങ്ങളിൽ മാത്രമായി ചില ഇതിഹാസങ്ങൾ ജനിക്കുമത്രേ.
അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം ദിനാചരണം പുതുപ്പള്ളിയിൽ നടക്കും. സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ രാവിലെ 6:30 പ്രഭാത നമസ്കാരം നടന്നു. 7 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിച്ചു. 8:15 കബറിങ്കൽ പ്രാർത്ഥനയുണ്ടാകും. 9 പള്ളി മൈതാനത്ത് പ്രത്യേകം പന്തലിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കും. വിശദാംശങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 വീടുകളുടെ താക്കോൽ ദാനം ഇന്ന് നടക്കും. കൂടാതെ പല പുതിയ പദ്ധതികൾക്കും ഇന്ന് തുടക്കമാവുകയാണ്. കൂടാതെ ഈ ഒരു സ്മൃതി സംഗമത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. കൂടാതെ മറ്റേതൊക്കെ നേതാക്കളാണ് പങ്കെടുക്കുക? കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം തന്നെ ഇങ്ങോട്ടെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം ഇപ്പോൾ നിലവിൽ ബെന്നി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പുലർച്ചെ മുതൽ നേരിയ മഴയുണ്ടെങ്കിൽ പോലും നിരവധിയായിട്ടുള്ള ആളുകളാണ്, പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചാണ്ടി ഉമ്മനും തന്നെ മകൾ മറിയ ഉമ്മനും, മക്കളായ ചാണ്ടി ഉമ്മൻ, മറിയ ഉമ്മൻ രണ്ടുപേരും ഈ കബറിടത്തിലെത്തി പുഷ്പാർച്ചന നടത്തി മടങ്ങുന്ന സാഹചര്യമുണ്ട്. വലിയ ഒരു സജ്ജീകരണത്തോടുകൂടിയാണ് ഈ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം അനുസ്മരണം ഇത്തരത്തിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായി. ഇതിനുശേഷം 6:30 തന്നെ പ്രഭാത നമസ്കാരം പള്ളിയിൽ ആരംഭിച്ചു. 7 വിശുദ്ധ കുർബാന, 8:15 കബറിങ്കൽ പ്രാർത്ഥന ഉണ്ടാകും. 9:30 തന്നെ രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇങ്ങോട്ട് എത്തിയതിനു ശേഷം കബറിങ്കൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംബന്ധിക്കുക. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ഷാനിമോൻ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ ഈ കബറിടത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് മടങ്ങുന്നത്. അതിനുശേഷം ഈ പൊതുസമ്മേളനത്തിൽ ഉൾപ്പെടുത്തി പങ്കെടുത്തായിരിക്കും മടങ്ങുക. എന്തായാലും ഈ കനത്ത മഴയുടെ ഒരു ചെറിയ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് വലിയ ഒരു ജനാവലി തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച ഒരു വലിയൊരു നഷ്ടമാണ് ഈ പറയുന്ന ജനങ്ങളെ സംബന്ധിച്ച്. ശരി, അജയ് ഇടപെടുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണം പുതുപ്പള്ളിയിൽ നടക്കും. സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ രാവിലെ 6:30 പ്രഭാത നമസ്കാരം നടന്നു. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 വീടുകളുടെ താക്കോൽ ദാനം ഇന്ന് നടക്കും. മറ്റ് പുതിയ പരിപാടികൾക്കും വിപുലമായ പരിപാടികൾക്കാകും ഇന്ന് തുടക്കം കുറിക്കുക. കൂടാതെ രാഹുൽ ഗാന്ധിയും എത്തുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജയ് നാഥ്. വയനാട്ടിലെ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് വില കൊടുത്തു വാങ്ങിയത് തോട്ടഭൂമി അല്ലെന്ന യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ വാദം പൊളിയുന്നു. പുനരധിവാസത്തിനായി ലീഗ് വാങ്ങിയ 11 ഏക്കർ ഭൂമി കേസിലാണെന്ന് റവന്യൂ രേഖകൾ. പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന്റെ കനിവ് കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് വയനാട്ടിലെ ഭൂമി ഏറ്റെടുത്തത്. ആ ഭൂമിക്ക് നിയമക്കുരുക്കുണ്ട് എന്ന് പറയുന്നത് വ്യാജ പ്രചരണമാണ്. എന്നാൽ റവന്യൂ രേഖയിലുള്ളത് ഇങ്ങനെയാണ്. മേപ്പാടി തൃക്കൈപ്പറ്റ വില്ലേജിൽ മുസ്ലിം ലീഗ് വില കൊടുത്തു വാങ്ങിയ 65234 പഴയ സർവേ നമ്പർ ഭൂമി കേസിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിച്ച രേഖകൾ. 5 സർവേ നമ്പറുകളിലെ 11.27 ഏക്കർ ഭൂമിക്ക് മൊയ്തു കല്ലങ്കോടൻ്റെ പേരിലാണ് കേസ്. പ്രസ്തുത ഭൂമിയിലെ 3 ഏക്കറോളം സ്ഥലത്ത് കാപ്പിച്ചെടികളും മറ്റും പിഴുതുമാറ്റിയതായി റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. 11 ഏക്കർ ഭൂമിയിൽ എത്ര ഏക്കറിനാണ് കേസുള്ളതെന്ന് വൈത്തിരി ലാൻഡ് ബോർഡ് പരിശോധിച്ചു വരികയാണ്. തോട്ടഭൂമി തരം മാറ്റാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് റവന്യൂ വകുപ്പ്. മുസ്ലിം ലീഗിന് ഭൂമി കൈമാറിയ വ്യക്തിക്കും കുടുംബത്തിനും 15 ഏക്കറിൽ താഴെ മാത്രമേ ഭൂമിയുള്ളൂവെന്നും അങ്ങനെയെങ്കിൽ ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടഭൂമിയല്ലെന്നും ലീഗ് നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചതായാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. എന്നാൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ഭൂമിയായതിനാൽ സർക്കാർ കനിഞ്ഞാൽ നിയമക്കുരുക്കിൽ നിന്ന് ഒഴിവാകാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതൃത്വം. അമൃത ന്യൂസ്, കോഴിക്കോട്. കീം റാങ്ക് പട്ടികയിൽ കേരള സിലബസ് വിദ്യാർത്ഥികളുടെ പ്രതിസന്ധി തുടരുന്നതിനിടെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഓപ്ഷൻ നൽകാനുള്ള സമയം ഇന്ന് അവസാനിക്കും. ജൂലൈ 20-നുള്ളിലാണ് ആദ്യ അലോട്ട്മെന്റ്. ഇന്ന് വൈകുന്നേരം 4 മണിവരെ ഓപ്ഷൻ നൽകാം. വ്യാഴാഴ്ച ട്രയൽ അലോട്ട്മെന്റ് പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്.
ഇനി മഴ സംബന്ധിച്ച വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഈ 3 ജില്ലകളിലും സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശവാസികളോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം. വിശദാംശങ്ങളുമായി ചേരുന്നത് വർഷയാണ്. വർഷ, ഇന്നലെ നമ്മൾ കണ്ടതാണ് കുറ്റ്യാടിയിലടക്കമുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾ. ഈ വടക്കൻ ജില്ലയിൽ മഴ കനക്കുമെന്നാണ് വീണ്ടും മുന്നറിയിപ്പ് വരുന്നത്. എന്തൊക്കെ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്? അതെ ഐശ്വര്യ, ഇന്ന് രാവിലെ മുതൽ വടക്കൻ ജില്ലകളിൽ പലയിടങ്ങളിലും അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്നലെ അത്ര മഴ ലഭിച്ചില്ലെങ്കിലും ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴ തന്നെ കോഴിക്കോടിന് ലഭിക്കുന്നുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെയെല്ലാം സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശ മലയോര മേഖലയിലുള്ളവരെല്ലാം പ്രത്യേക ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരുന്ന 2 ദിവസങ്ങളിൽ കൂടി മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ മലപ്പുറം ഒഴികെയുള്ള മറ്റെല്ലാ വടക്കൻ ജില്ലകളിലും റെഡ് അലേർട്ട് ആണ്. മറ്റന്നാൾ മലപ്പുറവും ഉൾപ്പെടെയുള്ള 5 ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുന്നു തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലുള്ളവരോടും പ്രത്യേക ജാഗ്രത പുലർത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, വയനാട്, മുണ്ടക്കൈ, അതേപോലെ വിലങ്ങാടെല്ലാം കഴിഞ്ഞ വർഷം വലിയ ദുരന്തം സംഭവിച്ചതാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ മുണ്ടക്കൈ, വിലങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലയ്ക്ക് വലിയ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. വിലങ്ങാട് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വിലങ്ങാട് ടൗണിലെ പാലം ഉൾപ്പെടെ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെല്ലാം മഴ അധികമാകുന്ന സാഹചര്യത്തിൽ മാറി താമസിക്കാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഈ 3 ജില്ലകളിലും സ്കൂളുകൾക്കുമൊക്കെ അവധിയാണ്. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷ. രാമ 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 പാഹി മാം. എഴുത്തച്ഛൻ്റെ രാമായണം ഹൃദയശുദ്ധിക്കുള്ള ഔഷധമെന്ന് പ്രൊഫസർ MK സാനു. കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച രാമായണ മാസാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിലെ ബഹുകോടി ജനങ്ങളുടെ മൂല്യത്തിൽ അലിഞ്ഞു ചേർന്നതാണ് രാമായണമെന്ന ചടങ്ങിൽ രാമായണ സന്ദേശം നൽകിയ സ്വാമി തത്വതീർത്ഥ പറഞ്ഞു. പഞ്ഞക്കർക്കിടകത്തിൽ വീടുകളിൽ എല്ലാവരും ഒത്തുചേർന്ന് രാമായണം പാരായണം ചെയ്തിരുന്നു. രാമായണത്തിന് കവിതയെന്ന മനോഹാരിതയും ഭക്തിയെന്ന ലഹരിയുമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ ഭക്തിപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഹൃദയശുദ്ധീകരണത്തിന് ഉത്തേജകമായ രീതിയിലാണ് എഴുത്തച്ഛൻ രാമായണം രചിച്ചതെന്നും പ്രൊഫസർ MK സാനു മാസ്റ്റർ പറഞ്ഞു. സാധാരണക്കാർക്ക് ക്ഷേത്രങ്ങളിൽ ശരണമില്ല എന്ന് വന്ന ഒരു ഘട്ടത്തിലാണ് എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിലെ ഭക്തിപ്രസ്ഥാനത്തിന് അദ്ദേഹം അഭിജ്ഞാനം ചെയ്തത്. ഈ കവിതയാണ് അന്നും ഇന്നും മനുഷ്യ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ എഴുത്തച്ഛൻ രൂപം നൽകിയിരിക്കുന്നത്. ഭാരതത്തിലെ ബഹുകോടി ജനങ്ങളുടെ മൂല്യത്തിൽ അലിഞ്ഞു ചേർന്നതാണ് രാമായണമെന്ന് തൃശൂർ നാരായണ ഗുരുകുലം സ്വാമി തത്വതീർത്ഥ അഭിപ്രായപ്പെട്ടു. രാമായണം ആധ്യാത്മികമായ ഒരു പഠനം ഭക്തിസാന്ദ്രമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യണം എന്ന് രാമായണം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ളതായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, സാധനാനുഷ്ഠാനങ്ങളൊക്കെ സാധാരണ നമ്മൾ വിലയിരുത്തി പോരുന്നത് മനുഷ്യവർഗത്തിൻ്റെ ആകെയുള്ള സമ്പൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ആത്യന്തികമായും അതിനെ കാണുന്നത് മോക്ഷമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു മോക്ഷസാധനയെക്കുറിച്ച് മാത്രമാണോ വാൽമീകി രാമായണത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്? അല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. സെന്റ് ആൽബർട്ട്സ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി ബി രാമായണ പാരായണം നടത്തി. രാമചന്ദ്രായ ഫാദർ ബിജു വടക്കൽ ചടങ്ങിൽ സന്ദേശം നൽകി. രാമായണം അടിസ്ഥാനമാക്കി കാക്കനാട് ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സെന്റർ പാതുകാഭിഷേകം എന്ന പേരിൽ നൃത്തസംഗീത ശില്പവും അവതരിപ്പിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.
ആരോഗ്യ സംരക്ഷണത്തിൽ പ്രധാന സ്ഥാനമാണ് മുഖകാന്തിക്കുള്ളത്. ഈ കർക്കിടക മാസ ചികിത്സയിൽ ഇത് എല്ലാം ഒത്തുചേരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നെടുമങ്ങാട് അമൃത ആയുർവേദ ആശുപത്രി സീനിയർ ഫിസീഷ്യൻ ഡോക്ടർ ജയൻ MGയുടെ വാക്കുകളിലേക്ക്. നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് നമ്മുടെ സൗന്ദര്യത്തിന് കൂടിയാണ്. അപ്പോൾ നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണമെങ്കിൽ ആരോഗ്യവും അത്രത്തോളം ശക്തമായിരിക്കണം. അപ്പോൾ ശക്തമായ അല്ല ബലമുള്ള ഒരു ശരീരമുള്ള ശാരീരിക ശേഷിയുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു സൗന്ദര്യം ശരീരത്തിൽ മുഴുവൻ, അത് മുഖത്തായാലും ശരീരത്തിലായാലും നിലനിർത്താൻ കഴിയും. അതുപോലെ തന്നെ മാനസികമായ ഒരു ശാന്തതയും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, ഈ സോറിയാസിസ്, എക്സീമ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് മനസ്സിൻ്റെ വിഹ്വലതകളിൽ നിന്നാണ്, മനസ്സിൻ്റെ അശാന്തിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ശാന്തമായി ജീവിക്കാൻ സഹായിക്കുന്ന യോഗ, അതുപോലെയുള്ള മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി ശീലിക്കേണ്ടതാണ്. ഒപ്പം നമ്മൾ കൂടുതൽ ഇപ്പോൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് മുഖത്താണ്. അപ്പോൾ മുഖത്ത് എന്തൊക്കെ ചെയ്യാം? ഇന്ന് നമ്മൾ കൃത്രിമമായ പല മാർഗ്ഗങ്ങളും അവലംബിക്കുന്നുണ്ടെങ്കിലും അവ പലപ്പോഴും നമുക്ക് വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുന്ന രീതിയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ കണ്ടെത്തുന്ന സാധാരണ ഔഷധങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ചർമ്മത്തെ സംരക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായ ഒരു ഏരിയയാണ് മുഖം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചർമ്മത്തിൽ കൊഴിഞ്ഞു പോകുന്ന, അതായത് തൊലി പൊട്ടിപ്പൊളിഞ്ഞ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ പുതിയ കോശങ്ങൾ വരുമ്പോൾ പഴയ കോശങ്ങൾ പൊളിഞ്ഞു പോകുമ്പോൾ അതിന് ശരിയായ രീതിയിൽ മാറ്റുന്നതിന് സഹായിക്കുന്ന ആരോഗ്യപരമായ ലേപനങ്ങൾ, ഔഷധ ചൂർണങ്ങൾ ആയുർവേദം സംഭാവന ചെയ്തിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണമുണ്ടാകുന്നത്. നമ്മുടെ അമൃത ആശുപത്രികളിൽ അത് വ്യക്തമായ രീതിയിൽ അതിനുള്ളൊരു പദ്ധതി സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്ക് അനുസരിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പ്രശ്നത്തിന് വേണ്ടി ഇപ്പോൾ എക്സ്ഫോളിയേഷൻ, അതായത് മൃതകോശങ്ങളിൽ നിന്നും അതിനെ മാറ്റി വളരെ സ്നിഗ്ധതയും സൗന്ദര്യവും ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഹെർബൽ പൗഡറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളുടെ പൊടികൾ, ചൂർണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഴങ്ങളിൽ സുഷിരങ്ങളുണ്ടായിട്ട് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത നമ്മുടെ മറ്റ് പല മരുന്നുകൾക്കും, ആധുനിക രീതിയിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകൾക്ക് പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഏരിയകളിൽ നമുക്ക് പ്രത്യേക തരത്തിലുള്ള ധൂമങ്ങൾ ഉപയോഗിച്ച്, അത് പുക ഉപയോഗിച്ചുകൊണ്ട്, ഔഷധ സസ്യങ്ങളുടെ പുക ഉപയോഗിച്ചുകൊണ്ട് അതിന് വൃത്തിയാക്കാൻ കഴിയും. അതുപോലെ പിന്നെ ഇതുപോലെ മസാജ്, അതായത് മുഖത്തിന് സൗന്ദര്യം കൂട്ടുന്ന, അവിടെ ചുളിവുകൾ ഒഴിവാക്കി വളരെ ശക്തമായ ടോൺ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എണ്ണകൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് മുഖത്തെ കൂടുതൽ ചർമ്മത്തെ ബലവത്താക്കാൻ കഴിയും. സാധാരണ ഇപ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഈ ഇപ്പോൾ ഉദാഹരണം രക്തചന്ദനം, അതുപോലെ പിന്നെ വെള്ളരിക്ക തുടങ്ങി സാധാരണ നമ്മുടെ പിന്നെ ഉപയോഗിക്കാവുന്ന പിണ്ടതൈലം തുടങ്ങി ശരീരത്തിന് കൂടുതൽ അത് പിത്തശമനമായിട്ടുള്ള, യഥാർത്ഥത്തിൽ പിത്തമെന്ന് പറയുന്നതാണ് ഈ പറയുന്ന എല്ലാ ചർമ്മരോഗങ്ങൾക്കും അടിസ്ഥാനം. കാരണം രക്തമുണ്ടായിരിക്കുന്നത് തന്നെ പിത്തത്തിൽ നിന്നാണെന്നാണ് ആയുർവേദ സങ്കല്പം. അപ്പോൾ ഈ വേനൽക്കാലത്ത് പിത്തം വളരെ കുപിതനായി വരുമ്പോഴാണ് ഈ ശരീരം ചൂട് പിടിച്ച് ഈ മഴക്കാലത്ത് പെട്ടെന്ന് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ മറ്റു രോഗങ്ങളെ കൂടി ഇംബാലൻസ് ചെയ്തുകൊണ്ട് അസന്തുലിതാവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് ഈ രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിത്തശമനമായിട്ടുള്ള മരുന്ന് കഴിക്കണം. ഒപ്പം പിത്തശമനമായ രക്തചന്ദനം, കസ്തൂരി മഞ്ഞൾ, അതുപോലെയുള്ള പിന്നെ വെള്ളരിക്ക തുടങ്ങിയ സംഗതികളെ ഓരോ രോഗിക്കും അനുസരിച്ച് അവരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടനാട്ടിൽ ശുദ്ധമായ കുടിവെള്ളം കിട്ടാതെ വലയുന്ന ജനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ അതിന് ഒരു ദിവസം തികയാതെ വരും. പലയിടങ്ങളിലും കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ്. എന്നാൽ വെള്ളം ലഭിക്കുന്ന പ്രദേശങ്ങളിലാകട്ടെ പൈപ്പ് തുറന്നാൽ കിട്ടുന്നത് കറുപ്പും ചുവപ്പും നിറത്തിലുള്ള വെള്ളവും. 2 മാസത്തിലധികമായി ഒരിറ്റ് ശുദ്ധജലത്തിനായി കാത്തിരിക്കുകയാണ് അമ്പലപ്പുഴ നീർക്കുന്നം നിവാസികൾ. ആശുപത്രി അടുത്താണെന്നും പറഞ്ഞ് ഈ വെള്ളം ഞങ്ങൾ കുടിക്കണം. എന്നും കുന്നും ആശുപത്രി കയറി ഇറങ്ങണം ഈ വെള്ളം കുടിച്ച്. ഇത് കുട്ടനാട്ടിൽ പലയിടങ്ങളിലും പതിവ് കാഴ്ചയാണ്. കുടിവെള്ളം കിട്ടാത്ത സ്ഥിതി പല പ്രദേശങ്ങളിലും ഉള്ളപ്പോൾ വെള്ളം ലഭിക്കുന്ന ഇടങ്ങളിൽ അത് ഉപയോഗിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആഴ്ചകൾക്ക് മുൻപ് കറുത്ത നിറത്തിലുള്ള കുടിവെള്ളമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിൽ നിന്ന് ലഭിച്ചിരുന്നതെങ്കിൽ ഇന്ന് അതിന്റെ നിറം മാറി ചുവപ്പായി എന്ന് മാത്രം. അമ്പലപ്പുഴ നീർക്കുന്നം പ്രദേശങ്ങളിൽ ഈ മലിനജലം ശുചീകരിച്ച് ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് 100ഓളം കുടുംബങ്ങൾ. 2-3 ആഴ്ച കൂടി ഇരിക്കുമ്പോഴാണ് ഇച്ചിരി വെള്ളം വരുന്നത്.
ഇതിപ്പോൾ ടാങ്കി വന്ന് കിടന്നത് വെള്ളമാണ്. നേരിട്ട് വരുവാണെങ്കിൽ ഇതിലും കലങ്ങിയാണ്. ഇപ്പം 3-4 ദിവസം കൊണ്ട് വെള്ളമില്ല. ഇനിയും 2-3 ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വെള്ളം തന്നെ കുടിക്കുന്നത്. നിവൃത്തിയില്ല ഞങ്ങൾക്ക്. വേറെ ഏത് വെള്ളം മേടിച്ച് ഞങ്ങൾ കുടിക്കാനാണ്? മിനറൽ വാട്ടർ മേടിച്ചാൽ അത് 20-30 രൂപ കൊടുക്കണം. മേടിച്ച് കുടിച്ചാൽ അത് എത്ര ദിവസം കാണും? ഒരു ദിവസത്തേക്ക് പോലും തികയത്തില്ല അത്. അതുകൊണ്ട് നിവൃത്തിയില്ല ഈ വെള്ളം തന്നെ കുടിക്കുന്നത്. പലപ്പോഴും കുടിവെള്ളം കൃത്യസമയങ്ങളിൽ ലഭിക്കാറില്ല. ഇനി ലഭിക്കുന്നതാകട്ടെ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ ജലവും. 2 മാസത്തിന് മുകളിലായി ഇതാണ് പലയിടങ്ങളിലെയും അവസ്ഥ. എന്നാൽ പരാതിപ്പെട്ടിട്ടും പരിഹാര നടപടികളൊന്നും ഉണ്ടാവുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പൈപ്പുകളിലെത്തുന്ന വെള്ളം ടാങ്കുകളിൽ ശേഖരിച്ച് ഉപയോഗിച്ചാൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ ചെളിയടിഞ്ഞ് വെള്ളത്തിന് അല്പം നിറവ്യത്യാസമുണ്ടാകും. ഈ വെള്ളം വീണ്ടും ശുദ്ധീകരിച്ചാണ് പല വീടുകളിലും പാചകത്തിനുൾപ്പെടെ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ രോഗഭീതിയിലാണ് പ്രദേശത്തെ ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ ഒരു വിപണിയുടെ തുടക്കം എങ്ങനെയായിരിക്കും? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിപണിയിൽ ഒരു നഷ്ടം പ്രകടമായിരുന്നു. പ്രത്യേകിച്ചും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതികൂല തരംഗം തന്നെയാണ് വിപണിയെ നഷ്ടത്തിലേക്ക് നീക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാങ്കിംഗ് മേഖലയിലെ ആദ്യ പ്രവർത്തന ഫലമായ ആക്സിസ് ബാങ്കിൻ്റെ പ്രവർത്തന ഫലം ഇന്നലെ പുറത്തു വന്നിരുന്നു. അതും വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. മാത്രമല്ല IT മേഖലയിലെ വിപ്രോയുടെ പ്രവർത്തന ഫലവും ആ നിലവാരത്തിലേക്ക് ഉയരാതിരുന്നതാണ് ഇന്നലത്തെ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. അതിനേറ്റവും കൂടുതൽ പ്രേരകമായി പ്രവർത്തിച്ചാവട്ടെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയായിരുന്നു. ഇന്നലെ 3050 കോടിക്ക് മുകളിൽ വിൽപ്പനയായിരുന്നു വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കെ ദിലീപാണ് വിലയിരുത്തൽ നടത്തിയത്. ഇനി നോക്കാം കായിക വാർത്തകൾ. ലോക 1-ാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസനെ അട്ടിമറിച്ച ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ. ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ടൂറിന്റെ ലാസ് വെഗാസ് ലെഗിലാണ് വെള്ളക്കരുക്കളുമായി കളിച്ച പ്രജ്ഞാനന്ദ കാൾസനെ 39 നീക്കങ്ങളിൽ അടിയറവ് പറയിച്ചത്. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.